കേരള ജനതയുടെ മനസ്സിൽ ഒരു പേടി സ്വപ്നമായി നിലനിൽക്കുന്ന ഒന്നാണ് മുല്ലപ്പെരിയാർ ഡാം. കഴിഞ്ഞ ദിവസം മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ അറ്റകുറ്റപ്പണി സംബന്ധിച്ചുകൊണ്ട് സുപ്രീം കോടതി നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. ബേബി ഡാം ശക്തിപ്പെടുത്താൻ മരങ്ങൾ മുറിക്കുന്നതിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം 4 ആഴ്ചയ്ക്കകം തീരുമാനമെടുക്കേണ്ടതുണ്ട്. അതുപോലെ അറ്റകുറ്റപ്പണികൾക്കുള്ള സാധനങ്ങൾ എത്തിക്കുന്നതിന് കേരളം ഒരിക്കലും തടസ്സം നിൽക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് പ്രധാനമായിട്ടും സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ അറ്റകുറ്റപ്പണി നടത്തുന്നത് സംബന്ധിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതി പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിനൊപ്പം തന്നെ പുതിയ അണക്കെട്ട് എന്ന ആവശ്യവുമായി മുന്നോട്ട് പോകാൻ കേരളം പുതിയ അണക്കെട്ടിന്റെ വിശദ പ്രോജക്റ്റ് റിപ്പോർട്ടിൽ ജലവിഭാഗ വകുപ്പ് തയ്യാറാക്കുകയും ചെയ്തിരുന്നു. മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതികളിലും അതുപോലെ തുടർ ചർച്ചകളിലും DPR മുൻനിർത്തിക്കൊണ്ട് പുതിയ അണക്കെട്ട് എന്ന ആവശ്യം ഉന്നയിക്കാനുള്ള ആലോചനയാണ് കേരളത്തിന്റെ മുൻപിൽ ഉണ്ടായിരുന്നത്. തമിഴ്നാടിന്റെ ജലം കേരളത്തിന് പുതിയ അണക്കെട്ട് എന്ന ആവശ്യത്തിൽ ഇപ്പോഴും കേരളം ശക്തമായി തന്നെ നിലനിൽക്കുന്നുമുണ്ട്. പക്ഷെ പുതിയ അണക്കെട്ട് എന്ന ആവശ്യത്തെ തമിഴ്നാട് ശക്തമായി തന്നെ എതിർക്കുകയാണ്. അറ്റകുറ്റപ്പണികൾക്കുള്ള സാധനങ്ങൾ എത്തിക്കുന്നതിന് കേരളം തടസ്സം നിൽക്കരുതെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ച സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന അഭിപ്രായമാണ് സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. സാധനങ്ങൾ എത്തിക്കാൻ ഒരാഴ്ചയ്ക്കുള്ളിൽ അനുമതി നൽകണമെന്ന് കോടതി നിർദ്ദേശവും അതുപോലെ കേരളം ചർച്ച ചെയ്യുന്നുണ്ട്. അതേസമയം മുല്ലപ്പെരിയാർ ഡാമിന്റെ അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെ തമിഴ്നാട് ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ നിശ്ചിത സമയത്തിനകം തീരുമാനവും തുടർ നടപടിയും വേണമെന്നാണ് സുപ്രീം കോടതി പ്രധാനമായിട്ടും നിർദ്ദേശിച്ചത്. തമിഴ്നാടിന് ഏറെക്കുറെ അനുകൂലമായ തീരുമാനം യഥാർത്ഥത്തിൽ കേരളത്തിന് തിരിച്ചടിയാണ് കോടതിയുടെ നിർദ്ദേശങ്ങൾ എന്നത്. അണക്കെട്ടിന്റെ ഭാഗമായ ബേബി ഡാം ശക്തിപ്പെടുത്തുന്നതിന് 15 മരങ്ങൾ മുറിക്കാൻ തമിഴ്നാട് പുതുക്കി നൽകിയ അപേക്ഷയിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം 4 ആഴ്ചയ്ക്കകം തീരുമാനമെടുക്കുക തന്നെ വേണം. അറ്റകുറ്റപ്പണിക്കുള്ള സാധനങ്ങൾ എത്തിക്കുന്നതിന് കേരളം തടസ്സം നിൽക്കാനും പാടില്ല. 9 സ്ഥലങ്ങളിൽ 3 ഇടത്തിന് കേരളം അനുമതി നൽകാത്തതിന് ഒരിക്കലും അംഗീകരിക്കാനാകില്ല. ഒരാഴ്ചയ്ക്കകം അനുമതി നൽകുകയും വേണം.